നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കള്ളപ്പണത്തിനും ഭീകരവാദത്തിനുമെതിരെ രാജ്യം നടത്തുന്ന പോരാട്ടത്തിന് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. രാജ്യാന്തര ഏജൻസിയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് തയ്യാറാക്കിയ പട്ടികയിൽ ഇന്ത്യക്ക് സുപ്രധാന നേട്ടം കൈവരിക്കാൻ സാധിച്ചു. 2024 ജൂൺ 26-നും ജൂൺ 28-നും ഇടയിൽ സിംഗപ്പൂരിൽ നടന്ന FDF പ്ലീനറിയൻ സമ്മേളനമാണ് ഇന്ത്യയെ റെഗുലർ ഫോളോ ആപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത്. ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന 5ാമത്തെ G20 രാജ്യമാണ് ഇന്ത്യ. കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ ധനസഹായം, അന്താരാഷ്ട്ര സാമ്പത്തിക കുറ്റകൃത്യം എന്നിവയ്ക്കെതിരെ പോരാടുന്നതിന് 1989-ൽ സ്ഥാപിതമായ ഒരു ആഗോള സ്ഥാപനമാണ് FDF. 2010-ലാണ് ഇന്ത്യ FDF-ൽ അംഗമായതും. കള്ളപ്പണം, ഭീകരവാദ ഫണ്ടിങ് എന്നിവയിൽ നിന്ന് സാമ്പത്തിക വ്യവസായിയെ സംരക്ഷിക്കുന്നതിനായി കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യ നടപ്പിലാക്കിയ ബഹുമുഖ തന്ത്രത്തിനുള്ള അംഗീകാരം കൂടിയാണിത്. ഇറാൻ, ഉത്തര കൊറിയ, മ്യാൻമർ എന്നീ രാജ്യങ്ങളെ FDF കമ്പനിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ സാമ്പത്തിക രംഗത്ത് നിരവധി മാറ്റങ്ങളാണ് ഉണ്ടായത്. സാമ്പത്തിക ഇടപാടുകൾ ഏറെയും ഡിജിറ്റലായി മാറിയതോടെ കള്ളപ്പണത്തിന്റെ കൈമാറ്റം തടയാൻ സഹായിച്ചു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ജൻധൻ പദ്ധതി, ആധാർ, UPI എന്നിവ ഇടപെടലുകൾ കൃത്യമായി നിരീക്ഷിക്കാൻ സഹായകരമായി എന്നാണ് FDF വിലയിരുത്തുന്നത്. കള്ളപ്പണം, ഭീകരവാദ ധനസഹായം എന്നിവയ്ക്കെതിരെ രാജ്യം നടത്തുന്ന നിർണായക നീക്കങ്ങൾ FDF-നെ അറിയിക്കാൻ ഒരു ഇന്ത്യൻ പ്രതിനിധി സംഘം ഏപ്രിലിൽ സിംഗപ്പൂർ സന്ദർശിച്ചിരുന്നു. FDF-ന്റെ പ്രത്യേക പട്ടികയിൽ ഇന്ത്യ ഇടം നേടിയത് വളരുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് ശക്തി പകരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇത്തരം അന്താരാഷ്ട്ര റേറ്റിംഗുകൾ ആഗോള സാമ്പത്തിക വിപണികളിൽ രാജ്യത്തിന്റെ നില ഭദ്രമാക്കാനും വിദേശ നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കും. കൂടാതെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI-യുടെ ആഗോള വിപുലീകരണത്തിനും ഇത് സഹായകരമായിരിക്കും.